2016 ശേഷം, അതായത് മോദി വന്ന ശേഷം, പാകിസ്ഥാനും റഷ്യയും തമ്മിൽ എത്ര പ്രാവശ്യം ജോയിന്റ്ലി മിലിറ്ററി എക്സർസൈസ് നടത്തിയത് നിങ്ങൾക്കറിയാം? 9 പ്രാവശ്യം നടത്തി. ഈ 2025 നടത്തിയവർ അറേബ്യൻ സീയിൽ നേവിയുമായിട്ട് ചേർന്ന് ഇന്ത്യൻ ബോർഡറിൽ നടത്തി. അത് നിങ്ങൾക്കറിയോ എത്ര നടത്തിയെന്ന്? ചിലതിൽ അവർ വ്യാഖ്യാനം കൊടുത്ത്, ചിലത് കാരണം അഫ്ഗാൻ ബോർഡറിലൊക്കെ വ്യാഖ്യാനം കൊടുത്ത് ടെററിസത്തിനെതിരെയാണ്. അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന ടെററിസത്തിന് ചിലത്. അത് 9 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ നടത്തിയേക്കുന്ന ഇന്ത്യക്കെതിരെ ഏത് രീതിയിലുള്ള നേവി ആണെങ്കിലും ഗ്രൗണ്ട് ആണെങ്കിലും അതേപോലെ തന്നെ എയർ വാർഫെയർ, ഇതിനെപ്പറ്റിയാണ് ജോയിന്റ് എക്സർസൈസ് നടത്തിയത്. എടുത്തു നോക്കെ, ഗൂഗിൾ എടുത്തു നോക്കെ എത്ര പ്രാവശ്യം നടത്തിയെന്ന് നിങ്ങൾക്ക് അതിൻ്റെ എക്സാക്ട് കണക്ക് കിട്ടും. അപ്പോഴൊന്നും ഈ സനാതനക്കാർക്കും RSSകാർക്കും റഷ്യയോട് എന്ത് ഇഷ്ടമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കാറില്ല. അതതിൻ്റെ കാര്യം. രണ്ടാമത്തെ പോയിന്റ്, ഈ പാകിസ്ഥാന്റെ കയ്യിൽ എത്ര എണ്ണം JF-17 ഫൈറ്റർ എയർക്രാഫ്റ്റ് ജോയിന്റ് ആയിട്ട് ചൈനയും പാകിസ്ഥാനും കൂടെ നിർമ്മിച്ച് എത്ര ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശ ധാരണ. ചില കണക്കുകൾ പറയുന്നത് 167, ചിലത് പറയുന്നത് 125. ഒരു കാര്യം ഉറപ്പാണ്, അത് 100-ന് മുകളിലുണ്ട്. ഇതിൻ്റെ അകത്ത് ഇഞ്ചൻ ആരുടെ? ഈ റഷ്യയുടെ ഇഞ്ചന്. അന്നൊന്നും ഈ പറയുന്ന ഇത് നേരത്തെ വന്നുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഇപ്പോഴീ പറഞ്ഞ സംഭവം അതവർ കൊടുത്തു കഴിഞ്ഞു. അത് ഇപ്പം വന്നേ ഉള്ളൂ. അത് റഷ്യ അവസാനം പെട്ടുപോയി. കാരണം റഷ്യയുടെ ക്രൂഡും മേടിക്കുന്നു, റഷ്യ പാകിസ്ഥാനെ സഹായിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തൊക്കെ മാറ്റി. ഇത്രയേ ഉള്ള അതിൻ്റെ കഥ. അതും പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറയരുത്. ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ ഒരു പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട് സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട്. റഷ്യയുടെ സഹായമുണ്ട് പാകിസ്ഥാന്. കാരണം ഇഷ്ടംപോലെ റഷ്യൻ എഞ്ചിനീയേഴ്സും മിലിറ്ററി, കാരണം റഷ്യയുടെ ഹാർഡ്വെയർ നമ്മൾ ഏകദേശം ഒരു സമയത്ത് 80% മുകളിലായിരുന്നു. പിന്നെ അത് കുറച്ച് മോദി വന്ന ശേഷം അത് കുറച്ചുകൊണ്ട് വന്നിട്ട് അത് 61-62% ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് ഇവർക്കെല്ലാം ഇന്ത്യയുടെ ഓരോ സ്ട്രാറ്റജിക് ലൊക്കേഷൻ അറിയാം റഷ്യക്ക്.